എൻ്റെ വചനം കേൾക്കുകയും പറഞ്ഞേ എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ് ലഭിക്കണത്? ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് വചനം നിലനിർത്തിക്കൊണ്ട് വചനം പ്രയോഗത്തിൽ വരുത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? വചനം നമ്മൾ നിവർത്തിയാക്കി കഴിയുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കും. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. ഉടമ്പടിയിലെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ്. സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. ക്രൈസ്റ്റിൻ. അപ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാകണത്. ചിലപ്പോൾ ഞാൻ ആചാരപ്പെട്ട് കാണത്തിലായിരിക്കും, പക്ഷേ വചനം അവൻ്റെ നാമത്തിൽ വചനം സ്വീകരിക്കുകയും അവൻ്റെ വചനം ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓഫ് ദ ബൈ നോ മീൻസ് യുവർ ക്രിസ്ത്യൻ. നീ ആകും മതമൊന്നും പറഞ്ഞൊരു കാര്യമില്ല. എന്താ കാര്യം? നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക, ക്രിസ്തുവിൻ്റെ കൃപയിൽ ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അങ്ങനെ ക്രിസ്തു നമ്മൾ വസിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഫലങ്ങളാണ് ഉണ്ടാകണത്. അത് നിത്യത ഫലമുണ്ട്, അനുദിന ജീവിതത്തിൻ്റെ ഫലങ്ങളുണ്ട്. എന്താ കാര്യം? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ യേശുക്രിസ്തു വസിക്കുന്ന പിതാവാണ് യേശുക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ വചനം പാലിക്കുന്നതിലൂടെ ഈ യേശുക്രിസ്തുവും പിതാവും നമ്മൾ വസിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫലങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം.